ഇപ്പോൾ അത് ഡി കെ ശിവകുമാർ രാവിലെ പറഞ്ഞത് ഇപ്പോൾ ടി വി കാണുമായിരുന്നു. അപ്പോൾ ശിവകുമാർ അത് ബി ജെ പിയോ അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ എതിരാളികളെയോ ആരോപിക്കുന്നില്ല. ഇത് കോൺഗ്രസ് തന്നെ പരസ്പരം ശത്രുക്കളുടെ കൂടാരമായി മാറി. ഇപ്പോൾ ഡി കെ ശിവകുമാർ ഇത് പറഞ്ഞു കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ നേതാക്കൾക്കെതിരായ ശത്രുസംഹാര പൂജ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത്, അതേ കേരളത്തിന് പുറത്ത് കർണാടകയിലാണോ? അതിന് വരും ദിവസങ്ങളിൽ അറിയണുണ്ട്. ശിവകുമാർ അത് വ്യക്തമാക്കണം. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ മത്സരിച്ച കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി അദ്ദേഹത്തിനെതിരെ ആരോ കൂടോത്രം ചെയ്തു എന്ന നിലയിലുള്ള ഒരു വർത്തമാനമുണ്ട്. ഇപ്പോൾ ശത്രുസംഹാര പൂജ, പിന്നെ കൂടോത്ര പരിപാടികൾ, ഇതെല്ലാം തന്നെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഡി കെ ശിവകുമാറിൻ്റെ ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ കെ സുധാകരനെല്ലാം ഒരു മുൻകരുതലെടുക്കുന്നത് നല്ലതാണ്. പരസ്പരം മുൻകരുതലുകൾ എടുത്തോട്ടെ കോൺഗ്രസ്സുകാർ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ സുധാകരൻ സതീശനെയും സതീശൻ സുധാകരനോടുമൊക്കെയുള്ള പെരുമാറ്റം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ശത്രുത എത്രത്തോളമാണ് കോൺഗ്രസിനകത്ത് എന്ന് കാണണം. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, രാജ്യം വളരെ നിർണായകമായൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് രാജ്യത്തിൻ്റെ ഭാവി എന്ത് എന്നതിനെ സംബന്ധിച്ച് ആശങ്കകൾ ഉയരുന്ന സന്ദർഭത്തിലാണ് കോൺഗ്രസിനെ പോലൊരു പാർട്ടി പരസ്പരം ശത്രുസംഹാര പൂജകളും കൂടോത്രവുമായി നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വായിക്കേണ്ട പാഠം എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് ഇങ്ങനെ അധപതിച്ചു പോയല്ലോ, അതോർത്ത് പരിതപിക്കുകയേ വഴിയുള്ളൂ. വോട്ടെണ്ണലിന് 4 ദിവസം മാത്രമേ ഉള്ളൂ. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കങ്ങൾക്ക് നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി കന്യാകുമാരി എന്താ പറയാനുള്ളത്? ഒരു പ്രതീക്ഷയിലാണ് ഈ വോട്ടെണ്ണൽ. പ്രതീക്ഷ ഇന്ത്യ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ്. രാജ്യത്ത് വലിയ പതനത്തിലേക്കും പരാജയത്തിലേക്കും NDA പോകും, BJP പോകും. അത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. ഓരോ ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും വലിയ തോതിൽ ഈ ഗവൺമെൻറ് പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ പ്രതിരോധത്തിലായപ്പോഴാണ് പിടിവിട്ട ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കാൻ തയ്യാറായത്. വലിയ തോതിലുള്ള വർഗീയ, മുസ്ലിം വിരുദ്ധത, വർഗീയത, വോട്ട് ജിഹാദ്, എന്തെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം. ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ തൻ്റെ ഗവൺമെൻറ് 2014 മുതൽ എടുത്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞോ? ഇപ്പോൾ ഉദാഹരണത്തിന് അഗ്നിപത്ത്. നമ്മുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും കേരളത്തിൽ സൈനിക മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല, വലിയ ആശങ്കയാണ്. അഗ്നിപത്ത് പുനരാലോചനയ്ക്ക് വിധേയമാക്കുന്നു എന്ന പത്രവാർത്ത കഴിഞ്ഞ ദിവസം സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടൊരു പത്രം ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് ഞാൻ വായിച്ചു. ഈ വിഷയത്തിൽ, അഗ്നിപഥിൻ്റെ വിഷയത്തിൽ, തൊഴിലില്ലായ്മയുടെ വിഷയത്തിൽ, വിലക്കയറ്റത്തിൻ്റെ വിഷയത്തിൽ കർഷക രോഷമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം. കർഷകരുടെയും യുവജനങ്ങളുടെയും വലിയ രോഷമാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം പ്രതിഫലിച്ചത്. ആ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ത്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്തായിരുന്നു, എന്തു ചെയ്യും എന്നൊന്നും പറയാൻ നിൽക്കാതെ തികഞ്ഞ വർഗീയ പരാമർശങ്ങൾ, ഏകാധിപത്യ പ്രവണതകൾ, അതിരുവിട്ട ഏകാധിപത്യ പ്രവണതകൾ. തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്ക് നിൽക്കുമ്പോഴാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പിടിച്ച് ജയിലിടുന്നത്. ഇതിനെല്ലാമെതിരെ ജനം പ്രതികരിക്കും. ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ കരുത്തു കാണിക്കും. ആ കരുത്തിൽ നിലവിലെ നരേന്ദ്രമോദി ഗവൺമെൻറ് നിലംപതിക്കും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്.